കരമേർത്തി ഒരിക്കൽ കൂടെ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഈ നല്ല രാത്രിക്കായി ദൈവത്തിന് നന്ദി പറയുന്നു. നമുക്ക് ആശീർവദിക്കപ്പെട്ട അവസരങ്ങളെയൊക്കെ കർത്തർ തന്നല്ലോ. ഇന്ന് ദേശത്തിൽ ഞാൻ വന്നപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു വലിയ കാര്യം, ഇവിടെയുള്ള ദൈവമക്കൾ, അതായത് ഈ കന്യാകുമാരി, ട്രിവാൻഡ്രം, ഈ മാവട്ടങ്ങളിലുള്ള അനേകർ ഒരുപാട് നേർച്ചകൾ നേർന്ന് കർത്താവിന് വേണ്ടി അത് നിവർത്തിക്കാറുണ്ട്. കൺവെൻഷൻ കൂട്ടം നടത്തിയും ഉപവാസ ജപം നടത്തിയും ഒക്കെ ഉദവികൾ ചെയ്ത് ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു ആശീർവാദം നിങ്ങൾക്ക് കണ്ടിപ്പാக ഉണ്ടാകും. കൈ ഉയർത്തി ഹല്ലേലൂയ. എന്നാൽ മലബാർ ഭാഗങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളുടെ ആ ഭാഗങ്ങളിലോട്ടൊക്കെ പോകുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് കുറവാണ്. അതിൻ്റെ ആ ഒരു ഡ്രൈനെസ്, ആത്മീയമായ ഒരു വരൾച്ച അങ്ങോട്ടൊക്കെ ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് തോന്നാറുണ്ട്. എന്നാൽ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിവർത്തിക്കുന്നതിൻ്റെ ആശീർവാദം എന്നും നിങ്ങൾക്കുണ്ടാകും. വിശ്വാസമുള്ളവർ ഒരിക്കൽ കൂടെ ഹല്ലേലൂയ. ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ ഇന്ന് രാത്രി പരിശുദ്ധാവിൻ അഭിഷേകത്തെക്കായി ജപിക്കാനായി ആശപ്പെടുക. ഈ രാത്രി നിങ്ങൾ വന്നവർ വാഞ്ചയോടെയാണ് വന്നതെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. കർത്തർ ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ പെരിയ ക്രിയകളെ ചെയ്യപ്പോകെ. നമ്മൾ അന്യഭാഷകളെക്കുറിച്ചാണ് പഠിച്ചു വന്നത്. ഒരു ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞ് നമ്മൾ ഇന്ന് രാത്രി പിന്നീടുള്ള സമയം മൊത്തം അഭിഷേകത്തെക്കായി ജപിക്കാനായി ആശപ്പെടുകയാണ്. പരിശുദ്ധാവിൻ അഭിഷേകത്തെക്കായി ജപിക്കാൻ ഞാൻ ഉങ്ങളെ കൂപ്പിടുന്ന ടൈം എല്ലാവരും ചെയറൊക്കെ വിട്ടിട്ട് നിങ്ങൾ കുറച്ചുകൂടെ മുന്നോട്ടേക്ക് ആ സമയത്ത് വരണം. ബൈബിളൊക്കെ ഞാൻ വിളിക്കുന്ന സമയത്ത് മതി, അന്നേരം ബൈബിളൊക്കെ അവിടെ വെച്ച് നിങ്ങളെല്ലാവരും ചെയർ വിട്ട് മുന്നോട്ട് എല്ലാവരും വരണം. നിങ്ങൾക്ക് വേണ്ടി വിശേഷമായി ഇന്ന് എല്ലാവർക്കും വേണ്ടി കരങ്ങളെ വെച്ച് ജപിക്കുവാൻ ആശപ്പെടുന്നു. ദൈവാവീന സൈവാടൽ ഉണ്ടാകും. കരമേർത്തി ഹല്ലേലൂയ. ഓക്കെ, പ്രിയ ദൈവമക്കളെ, സ്തോത്രം. നമ്മൾ അന്യഭാഷകളെ കുറിച്ചാണ് ചിന്തിച്ചത്. അന്യഭാഷ പരിശുദ്ധാവി തരുന്ന ആമേൻ കൃപാവരമാണ്. സ്തോത്രം. പരിശുദ്ധാവി പേസത്തരുന്ന വാർത്തകളാണ് അന്യഭാഷ. പരിശുദ്ധാവി നമ്മെ സൃഷ്ടിച്ച സർവ്വവല്ലമയുള്ള ദേവനായതുകൊണ്ടും പരിശുദ്ധാവി സർവത്തിനും മേലായതുകൊണ്ട് ആവിയാണവർ പേസത്തരുന്ന ഭാഷകൾ ഉലകത്തിലെ സകല ഭാഷയ്ക്കും, മന്ത്രവാദ ഭാഷ, ശാപഭാഷ, സകല ഭാഷയ്ക്കും അത് മേലെയാണ്. അതുകൊണ്ട് അന്യഭാഷ പേസുമ്പോൾ ശാപങ്ങൾ തകരും, മന്ത്രവാദ കെട്ടുകൾ അഴിയും, ആഭിചാര നുഖങ്ങളൊക്കെ തകരുമെന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കി. അന്യഭാഷ നമുക്ക് കിട്ടുന്നത് പരിശുദ്ധാവിനാൽ നിറയുമ്പോഴാണ്. ഫ്ലാസ്ക് നിറയുമ്പോൾ, ഒരു ടാങ്കിലെ വെള്ളം നിറയുമ്പോൾ കവിഞ്ഞു വരുന്നത് പോലെ ഒരു ദൈവ പൈതൽ പരിശുദ്ധാവിനാൽ നിറപ്പപ്പെടുമ്പോൾ അന്യഭാഷ കിട്ടുമെന്ന് നമ്മൾ പഠിച്ചു. സ്തോത്രം. 3 വിധത്തിൽ അന്യഭാഷ നമുക്ക് കിട്ടും. കാത്തിരിക്കുന്ന ദൈവമക്കളെ ആമൻ ആരും കൈ തൊടാതെ ദേവൻ നിറയ്ക്കും. രണ്ടാമത്തേത്, ആമൻ ഊളിയர்கள் വചനം പേസിക്കൊണ്ടിരിക്കുമ്പോൾ അന്യഭാഷകൾ അനേകർക്ക് കർത്തർ കൊടുക്കാറുണ്ട്. ഊളിയക്കാർ കൈകളെ വെച്ച് ജപിക്കുമ്പോൾ അന്യഭാഷകളും കൃപാവരങ്ങളും പ്രവചനവും ദൈവാത്മാവ് പകരുമെന്ന് വചനത്തിലൂടെ നമ്മൾ പഠിക്കുവാനായിട്ട് ഇടവന്നു. അന്യഭാഷയിൽ പേസുമ്പോൾ എന്നാണ് നടക്കുന്നത്? ഭക്തിവിരുദ്ധി ഉണ്ടാക്കുന്നു. അന്യഭാഷയിൽ പേസുகிறവൻ തനിക്ക് ഭക്തിവിരുദ്ധി ഉണ്ടാക്കുന്നു. അപ്പോൾ നമ്മൾ വെറുതെ കലപില പറയുകയല്ല. അന്യഭാഷ പേശി ആരാധിക്കുമ്പോൾ നമ്മുടെ ആവിക്കുറിയ മനുഷ്യൻ ബലപ്പെടുകയാണ്. അതുകൊണ്ട് അന്യഭാഷ വരത്തെ പ്രാപിച്ച ഒരാൾ ഒറ്റയ്ക്ക് വീട്ടുക്കുള്ള ഇരുന്ന് ആരാധിച്ചാലും അപ്പ, അമ്മ, സഹോദരങ്ങൾ, ബന്ധുക്കൾ, കൂട്ടുകാർ, ചാർച്ചക്കാർ, ചർച്ചുകാർ ആരും ഉദവി ചെയ്യാനില്ലെങ്കിലും ഉണ്മയിലെ അഭിഷേകം പ്രാപിച്ച ഒരു ദൈവ പൈതൽ തനിയായി അന്യഭാഷയിൽ ആരാധിച്ചാലും അവൻ ബലം പ്രാപിക്കും എന്ന് നമ്മൾ പഠിച്ചു. അതിന് തെളിവാണ് ശിരച്ചാലയിൽ പൗലും ശീലാവും കിടക്കുമ്പോൾ ആരുമില്ല, അവർ തനിയായി ആവിയിൽ ആരാധിക്കുമ്പോൾ കർത്തർ അവരെ ബലപ്പെടുത്തി. കരമേർത്തി ഹല്ലേലൂയ പറയും. ഓക്കെ ദൈവമക്കളെ, പിന്നെ നമ്മൾ ചിന്തിച്ചു ആമേൻ അന്യഭാഷ എന്തിനു വേണ്ടിയുള്ളതാണ്? അന്യഭാഷ ദേവനെ പുകഴ്ത്തുവാനുള്ളതാണെന്ന് നമ്മൾ പഠിച്ചു. ഇന്ന് കാലയിൽ നമ്മൾ പഠിച്ചു 2 വിധമാണ് ജപമുണ്ട്, അല്ലേ? ആമേൻ. ബുദ്ധിയിലുള്ള ജപം, ആവിയിലുള്ള ജപം. അതിൽ ആവിയിൽ എപ്പടി ജപിക്കണം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരുവൻ ആവിയിൽ ജപിക്കാൻ സാധിക്കുന്നത്? അത് നമ്മൾ 1 കൊരിന്ത്യർ 14-ാം അധികാരം 14-15 വാക്യങ്ങളിലൂടെ ചിന്തിച്ചു. ഒരുവൻ അന്യഭാഷ പേശി ജപിക്കുമ്പോഴാണ് ആവിയിൽ ജപിക്കുന്നത്. കരമേർത്തി ഹല്ലേലൂയ പറയും. അത് നമ്മൾ വിശദമായി പഠിക്കുവാനിട വന്നു. ഒരുവൻ ആവിയിൽ ജപിക്കാൻ സാധിക്കണമെങ്കിൽ അന്യഭാഷ അവൻ്റെ നാവുക്കുള്ളേ വേണം. ഇങ്ങനെ അന്യഭാഷയിൽ ജപിക്കുന്ന സമയം ആവിയിൻ ബുദ്ധിയാണ് പ്രവർത്തിക്കുന്നത്. സ്തോത്രം. എന്നാൽ ബുദ്ധി കൊണ്ട് ജപിക്കുന്ന സമയം മനുഷ്യരാകിയ നമ്മുടെ ബുദ്ധിയാണ് പ്രവർത്തിക്കുന്നത്. സ്തോത്രം. അപ്പോൾ ബുദ്ധി കൊണ്ട് നമ്മൾ മലയാള ഭാഷയും തമിഴ് ഭാഷയും ഇംഗ്ലീഷ് ഭാഷയും
ഭാഷയൊക്കെ ഉപയോഗിച്ച് നമ്മുടെ ബുദ്ധിയെ ഭയപ്പെടുത്തി ജപിക്കുമ്പോൾ സ്തോത്രം, നമ്മൾ നമ്മുടെ സാഹചര്യങ്ങളെ വെച്ചിട്ടാണ് ജപിക്കുന്നത്. എന്നാൽ പരിശുദ്ധാവിയിൽ ജപിക്കുമ്പോൾ വരാനിരിക്കുന്നത് മുഴുവൻ കണ്ടുകൊണ്ടാണ് ആവിയാണവർ ജപിക്കുന്നത്. കയ്യോയർത്തി ഹല്ലേലൂയ പറയാം. അതിന് നമ്മൾ പഠിച്ചു, വാക്ക് കടങ്ങാത്ത പെരുമൂച്ചുകളോടെ ആവിയാണവർ നമുക്കായി എന്നെ ചെയ്യും, വേണ്ടുതൽ ചെയ്യും. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വ്യക്തമായി പഠിച്ചു. അതുകൊണ്ട് കരുത്തിൽ ജപിക്കുന്നതിനേക്കാളും ആവിയിൽ ജപിക്കുന്നവരാകണം. ആവിയിൽ ജപിക്കാൻ കഴിയണമെങ്കിൽ പരിശുദ്ധാവിന് സ്നാനത്തെ പ്രാപിക്കണം, അന്യഭാഷയിൽ ജപിക്കണം. ചേർന്ന് ഹല്ലേലൂയ പറയാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വിശദമായി പഠിച്ചത്. ഈ ആവിയിൽ ജപിക്കുമ്പോൾ പുഴുവായിരിക്കുന്നവർ മെതിവണ്ടികളാകുമെന്ന് ബൈബിളിലുണ്ട്. സ്തോത്രം, ആമേൻ. അതിന് നമുക്കൊരു വാക്യം ആ വിഷയത്തിലൊന്ന് ഓടിച്ചു വായിക്കാമോ? യെശയ്യാ ദീർഘദർശിയൻ പുസ്തകം, എല്ലാവരും ബൈബിൾ എടുക്കുക. യെശയ്യാ ദീർഘദർശിയൻ പുസ്തകം 41 അധികാരം 14, 15 രണ്ട് വാക്യങ്ങൾ നമുക്ക് വീണ്ടും വായിക്കാം. യെശയ്യാ ദീർഘദർശിയൻ പുസ്തകം 41 അധികാരം 14, 15 രണ്ട് വചനങ്ങൾ നമുക്കൊരിക്കൽ കൂടെ എടുക്കാം. എല്ലാവരും എടുത്തെന്ന് വിശ്വസിക്കുന്നു. ചേർന്ന് വായിക്കാം. 1, 2, 3 സ്റ്റാർട്ട്. ഓക്കെ, ഞാൻ ഇന്ന് പകല് നിങ്ങളോട് പറഞ്ഞില്ലേ, ബുദ്ധിയിലെ ജപം എന്ന് പറയുന്നത് മൺവെട്ടി കൊണ്ട്, തൂമ്പാ കൊണ്ട് കിളയ്ക്കുന്നതിന് തുല്യമാ. എന്നാൽ ആവിയിലെ ജപമോ JCB കൊണ്ട്, ബുൾഡോസർ കൊണ്ട് അവൻ കിളയ്ക്കുന്നതിന് തുല്യമാ. രണ്ടിനാലും മണ്ണ് മാറും, പക്ഷേ മറ്റേത് ഒരുപാട് സമയമെടുക്കും. ഒരുവൻ മൺവെട്ടി തൂമ്പായിട്ട് കിളയ്ക്കുമ്പോൾ 1 മാസം ഇട്ട് കിളയ്ക്കുന്നതാണ് മറ്റവൻ 1 ദിവസം കൊണ്ട് തീർക്കുന്നത്. ചേർന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കാം. അത്രയും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് കരുത്തിനാൽ അഥവാ ബുദ്ധിയാൽ നമ്മൾ ജപിച്ച് നമ്മുടെ ആയുസ് തീർക്കുമ്പോൾ ആവിയിലെ ജപം അത് 1 നാളിലേ തീർക്കും. കരമേറുതെ ഹല്ലേലൂയ പറയാം. അതാണ് ആവിയിൽ ജപിക്കുമ്പോൾ താണ്ടുവതർക്കുള്ള ബലം കിടക്കും. അതുകൊണ്ടാണ് ഈ അന്യഭാഷ അഭിഷേകമൊക്കെ പ്രാപിച്ച് പരിശുദ്ധാവിയിൽ ജപിക്കുന്നവർക്ക്, അവർക്ക് ക്യാൻസർ വന്നാൽ അവരെ പറയും കർത്താവ് നോക്കിക്കോളൂ എന്ന് പറയും. അവർക്ക് അതൊന്നും പ്രശ്നമല്ല. ചേർന്ന ദൈവത്തിന് മഹത്വം കൊടുക്കുക. കടപ്രശ്നം ഇരുന്നാലും വീട്ടുകാരെതിർത്താലും അവരെ പിടിച്ച് ജയിലിലിട്ടാലും അവർക്കതൊന്നും വിഷയമല്ല. അവർ അതിനെയെല്ലാം ചാടുന്നവരാണ്. ഹല്ലേലൂയ, ആമേൻ. താണ്ടുവതർക്കുള്ള, ആമേൻ. നമ്മൾ പഠിച്ചു പരിശുദ്ധാവിൻ അഭിഷേകം, ആവിയിൽ ജപം നമുക്ക് ലഭിക്കുമ്പോൾ സ്തോത്രം, സേനയ്ക്ക് നേരെ പാഞ്ഞു ചെല്ലും, മതിലെ താണ്ടുവേൻ എന്ന് നമ്മൾ ഇന്ന് പകല് പഠിച്ചു. ഇപ്പൊ നമ്മൾ ഈ വായിച്ച വാക്യം, സ്തോത്രം, ആമേൻ. പുഴുവായ യാക്കോബേ, എന്നാ യാക്കോബിൻ സിറു, അങ്ങനെയല്ലേ തമിഴിൽ കൊടുത്തിരിക്കുന്നത്? എങ്ങനെ കിട്ടില്ല, പൂച്ചയെന്നോ? ഓക്കെ, സ്തോത്രം. ഓക്കെ ദൈവമക്കളെ, അതില് സ്തോത്രം, ഈ നമുക്കറിയാം പുഴു എന്ന് പറയുമ്പോൾ എത്ര ചെറുതാണ് അതല്ലേ? എന്നാ ഒരു പൂച്ച എന്നൊക്കെ പറയും, വളരെ ചെറിയ സാധനമല്ലേ? ആമേൻ. എന്നാൽ ആമേൻ, ബൈബിൾ പറയുന്ന കണ്ടോ, യാക്കോബ് എന്ന പുഴുവേ, സ്തോത്രം, ആമേൻ, നിന്നെ ഞാൻ സഹായിക്കും. കയ്യെ ഉയർത്തി ഹല്ലേലൂയ പറയും. അപ്പോൾ ബുദ്ധിയിൽ ജപിക്കുമ്പോൾ യാക്കോബ് ഒരു ചെറിയ പൂച്ച പോലെ ഇരിക്കും, ആമേൻ, ഒരു പുഴു പോലെ ഇരിക്കും. ആനാ ആ യാക്കോബിന്മേൽ ആവിയിൻ വല്ലമേ ഇറങ്ങിനാൽ ബൈബിൾ പറയുന്നു, പർവ്വതങ്ങളെ മെതിച്ചു നുറുക്കുന്ന മൂർച്ചയുള്ള പല്ലേറിയ മെതിവണ്ടിയാക്കും. അതൊക്കെ തമിഴിൽ എന്നാ ചൊല്ലിയത്? മെതി യന്ത്രമോ എന്നത്? എപ്പടി? ആ പൽക്കലുള്ള, അത് താനെ ഈ എക്സ്കവേറ്റർ എന്ന് പറയുന്നത്. ഈ കിറ്റാച്ചിയും ഈ JCBയും ഈ സാധനമൊക്കെ പൽക്കളുള്ള യന്ത്രം. കയ്യെ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാം. സ്തോത്രം, ആമേൻ. അന്നത്തെ കാലത്ത് ഞാൻ വിശ്വസിക്കുക ഇതൊരു ബുൾഡോസറിനെ കുറിച്ചിട്ടൊക്കെ ഒരു വേള ഒരു പ്രവചനമായിരിക്കുമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. സ്തോത്രം. കാരണം അന്നത്തെ കാലത്ത് ആകെ കുറച്ച് രഥവും കുറച്ച് കാളവണ്ടിയൊക്കെ ഉള്ള കാലഘട്ടമാണത്. സ്തോത്രം. അന്നേ കർത്തരുടെ ആവി പറയുക, യാക്കോബേ, നിന്റെ മേൽ എൻ്റെ ആവി വരുമ്പോൾ പൽക്കലുള്ളൊരു യന്ത്രത്തെ പോലെ നിന്നെ ഞാൻ ഭയപ്പെടുത്തും. കയ്യോ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, അപ്പോൾ ആമേൻ, യാക്കോബ് അവനുടെ ബുദ്ധിയിൽ നോക്കുമ്പോൾ
ഒരു പൂച്ചയ്ക്ക് തുല്യമാണ്, ഒരു പുഴുവിന് തുല്യമാണ്. എന്നാൽ അന്ത യാക്കോബിൻ മേൽ കർത്തരുടെ ആവിയിൻ വല്ലമേ ഇറങ്ങിയാൽ അവൻ പർവ്വതങ്ങളെ മെതിക്കുന്ന മെതിയന്ത്രമാകും. അതുകൊണ്ടാണ് അവൻ, നിങ്ങൾക്ക് അറിയാമല്ലോ, ദാവീദ്, സ്തോത്രം, അവൻ ചിന്ന മനുഷ്യനായിരുന്നു. എന്നാൽ ആ ദാവീദിന് മേലെ പരിശുദ്ധാവിൻ അഭിഷേകം വന്നപ്പോഴോ അവൻ ഗോലിയാത്ത് എന്ന വലിയ വീരനെ ഒരു ചിന്ന കല്ലിനാൽ താഴെ ഇടുവാൻ ദാവീദ് ഭയപ്പെടുത്തപ്പെട്ടത് എപ്പടി? സ്തോത്രം, പരിശുദ്ധാവിയിനാലാണ്. കരമേറുതെ ഹല്ലേലൂയ പറയും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, അവൻ ബുദ്ധിയിനാൽ ജപിക്കുമ്പോൾ നമ്മൾ ഒരു പൂച്ചയെ പോലെ ഇരിക്കും. എന്നാൽ ആവിയിൽ ജപിക്കുമ്പോൾ സകലത്തെയും മെതിച്ചു നുറുക്കുന്നൊരു മെതിയന്ത്രമായി നമ്മൾ മാറും. ഹല്ലേലൂയ. ഞാൻ ഇതേക്കുറിച്ച് ഇത് എപ്പടി നടക്കുമെന്ന് സെഖരിയ ദീർഘദർശിൻ പുസ്തകത്തിലുണ്ട്. സെഖരിയ പ്രവചനം 4-ാം അധികാരം 6-ാമത് വാക്യം. എങ്ങനെയാണ് ഒരു പുഴുവായ മനുഷ്യൻ മെതിവണ്ടിയാകുന്നത്? അത് എപ്പടി സംഭവിക്കും? സെഖരിയാവ് 4-ാം അധികാരം 6-ാമത് വചനം. സെഖരിയ ദീർഘദർശിൻ പുസ്തകം 4-ാം അധികാരം 6-ാമത് വാക്യം. നിങ്ങളെല്ലാവരും എടുത്തു എന്ന് വിശ്വസിക്കുകയാണ്. സെഖരിയ പ്രവചനം 4-ാം അധികാരം 6-ാമത് വചനം. ഓക്കെ, 1 2 3 സ്റ്റാർട്ട്. ഓക്കെ ദൈവമക്കളെ, അവിടെ നമ്മൾ എന്താ പഠിക്കുന്നേ? അപ്പൊ ഈ അവൻ ചെറിയ പൂച്ചയായിരിക്കുന്ന, പുഴുവായിരിക്കുന്ന യാക്കോബേ, നീ എപ്പടി പല്ലുള്ള മെതി യന്ത്രമാകും? ബൈബിൾ പറയുന്നു, ബലത്തിനാലല്ല പരാക്രമത്തിനാലുമല്ല എന്നുടെ ആവിയാലാകും. കയ്യെ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാം. അപ്പൊ മനസ്സിലായോ? ഒരുവൻ അന്യഭാഷ പേശി ജപിക്കുമ്പോൾ പുഴുവായിരിക്കുന്നവനെ പരാക്രമശാലിയാക്കി മാറ്റുന്ന, മെതിയന്ത്രമാക്കുന്ന പരിശുദ്ധ ആവിയനുടെ അഭിഷേകം അവനെ നടത്ത തുടങ്ങും. ചേർന്ന ദൈവത്തിനും. അതുകൊണ്ടാണ് 300 കുടവും 300 കാഹളവും 300 പന്തവും വെച്ച്, സ്തോത്രം, ഗിദെയോൻ മിദ്യാന്യ ശക്തികളെ ജയിക്കുന്നത്. പരിശുദ്ധാവിയനുടെ ബലമാ. ശിംശോൻ, സ്തോത്രം, ആമേൻ, ഈ എത്രയോ ഒരു കഴുതയുടെ പച്ച താടിയിലെടുത്ത് കുന്നൊന്ന്, കുന്ന് രണ്ടെന്ന് പറഞ്ഞ് ശത്രുവിൻ്റെ ശക്തികളെ തകർത്തെറിയുന്നത് നാസിർ വ്രതക്കാരനായിരുന്ന ശിംശോൻ ആ കാലത്ത് അത് കഴിഞ്ഞത് ദേവ ആവീൻ അഭിഷേകത്തിനാലാ. കരമേർത്തെ കർത്താവിന് മകത്ത് കൊടുക്കാം. പിന്നെ ഞാൻ പറയുന്നു, അഭിഷേക തൈലം വീണ ദാവീദ്, സ്തോത്രം, ഗോലിയാത്തെ ജയിച്ചത്, അതുപോലെ സിംഹത്തെ കരടിയൊക്കെ മേൽക്കൊള്ളുന്നത് കർത്തരുടെ ആവിயின் ബലത്തിനാലാണ്. ഇന്ത ആവിയാണവരുടെ അഭിഷേകത്തിൽ. അന്യഭാഷയിൽ നീങ്ക ജപിക്ക തുടങ്ങുമ്പോൾ നീ ഒരു ചിന്ന പുഴു പോലെ ഇരുന്നാലും കർത്തർ ഉന്നെ ഭയപ്പെടുത്താൻ തുടങ്ങും. നിന്റെ ജപത്തിന് നടുവിൽ ഇരുട്ടിന്റെ വല്ലമകളെ കർത്തർ അറുക്കാൻ തുടങ്ങും. അന്യായ കയറുകളെ ദേവൻ അഴിക്കാൻ തുടങ്ങും. പിശാച് വെച്ച ചങ്ങലകളെ ഒന്നിനു പിറകെ ഒന്നായി കർത്തരുടെ ആവിയാണവർ ഉടയ്ക്ക തുടങ്ങും. നമ്പിക്കയുള്ളവർ കയ്യെ തട്ടി കൊഞ്ച നേരം ആവിയിൽ സ്തോത്രം ചെയ്യാം. നന്ദി ആവിയാണവരെ, നന്ദി ആവിയാണവരെ, നന്ദി ആവിയാണവരെ, നന്ദി ആവിയാണവരെ, നന്ദി ആവിയാണവരെ, നന്ദി ആവിയാണവരെ, നന്ദി ആവിയാണവരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി പ്രിയ ദൈവമക്കളെ, നമ്മൾ ഈ അന്യഭാഷ പേസുമ്പോൾ, സ്തോത്രം, അന്യഭാഷ പേസുമ്പോൾ, ആമേൻ, നമ്മൾ ആരോടാണ് ഈ അന്യഭാഷയിൽ പേസുന്നത്? സ്തോത്രം. അവിടെ ശരിക്കും എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നുണ്ട്? നമ്പർ 1 നമ്മൾ പഠിച്ചു, ഭക്തിവിരുദ്ധി ഉണ്ടാകും. നമ്പർ 2 ദേവനെ പുകഴുന്നതാണ് അന്യഭാഷ. നമ്പർ 3 ആവിയിൽ ജപിക്കുന്നതാണ് അന്യഭാഷ. കൈ ഉയർത്തി ഹല്ലേലൂയ പറയാം. അപ്പടി ആവിയിൽ ജപിക്കുമ്പോൾ പുഴുവായിരിക്കുന്നത് മെതിവണ്ടിയാകും. സ്തോത്രം എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. സകലത്തെയും താണ്ടുവതർക്കുള്ള അഭിഷേകം ലഭിക്കും. ഇനി അന്യഭാഷയിൽ പേസുമ്പോൾ എന്നെ നടക്കുമെന്ന് കുറച്ചും കൂടെ ക്ലിയറായി ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധികാരം 2-ാമത് വാക്യം. എല്ലാവരും എടുക്കണം. 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധികാരം 2-ാമത് വചനം. 1 കൊരിന്ത്യർ 14-ാം അധികാരം 2-ാമത് വചനം. എല്ലാവരും എടുത്തു എന്ന് വിശ്വസിക്കുന്നു. ചേർന്ന് വായിക്കാമോ? 1 2 3 സ്റ്റാർട്ട്. അപ്പൊ അന്യഭാഷ പേസുമ്പോൾ എന്നെ നടക്കും. ബൈബിൾ പറയുന്നു, അന്യഭാഷയിൽ പേസുகிறവൻ മനുഷ്യനിടത്തിൽ പേസാമൽ യാരിടത്തിൽ പേസുന്നു?
ദേവനിടത്തിൽ പേസുന്നു, അവൻ പേസുന്നതേ ഒരുവനും എന്നെ ചെയ്യുന്നില്ല, അറിയാതിരിക്കണപടി. അപ്പം നിങ്ങൾക്ക് ഈ അന്യഭാഷ വരം ഇരിക്കുന്നവരാണേലും ഇവർക്കും ഒരു സന്ദേഹം ഇരിക്കും, ഞാൻ പേസണത് ഉണ്മയാണോ, ഉണ്മയായിട്ടുള്ള അന്യഭാഷ താനെയാ? അപ്പടി സന്ദേഹം എല്ലാവർക്കും ഇരിക്കും. സ്തോത്രം. കാരണം അന്യഭാഷയിൽ പേസുന്നത് ഒരുവനുക്കും പുരിയില്ല, അവനുടെ ബുദ്ധിക്ക് പോലും അത് പുരിയില്ല. അതാണ് നമ്മൾ 1 കൊരിന്ത്യർ 14:4 വായിച്ചത്. സ്തോത്രം. അന്യഭാഷയിൽ പേസുമ്പോൾ, 1 കൊരിന്ത്യർ 14:14 അന്യഭാഷയിൽ പേസുമ്പോൾ അല്ലെങ്കിൽ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ ആവിയാണ് ജപിക്കുന്നത്, കരുത്ത് എന്നായിരിക്കും? പയന്നട്ടതായിരിക്കും. കരമേർത്തെ കർത്താവിന് മുഖത്ത് കൊടുക്കാം. മനസ്സിലായോ? അന്യഭാഷയിൽ പേസുന്ന ടൈം പേസുന്നവന്റെ ബുദ്ധിക്ക് കൂടി അത് പുരിയില്ല. കാരണം അവന്റെ ബുദ്ധി അല്ല വർക്ക് ചെയ്യുന്നത്, പരിശുദ്ധാവിയും നമ്മുടെ ആവിയും ഇണയുന്നതാണ് ആ പേസൽ നടക്കുന്നത്. അതിനാൽ ഇങ്ങനെ നടക്കുന്നതിനാൽ ഈ അന്യഭാഷയിൽ പേസുന്നവർക്ക് പോലും, സ്തോത്രം, അവരുടെ ബുദ്ധിയിൽ ചിന്ത വരും, ഞാൻ ഈ പേസുന്നത് ഉണ്മയിലെ ഭാഷ താനേ, അതോ ഇനി ആരെങ്കിലും പേസണത് കേട്ട് പേസുന്നതാണോ? അപ്പടിയെല്ലാം സന്ദേഹങ്ങൾ അന്യഭാഷയിൽ ആരാധിക്കുന്ന എല്ലാവർക്കും വരും. ദൈവമേ, ഞാൻ ഈ പറയുന്നത് ശരിക്കും ഭാഷ തന്നെയാണോ, അതിന് വല്ലവരുടെ കേട്ട് പഠിച്ചതാണോ, ചുമ്മാ വായി തോന്നിയത് വല്ലതും പറയുന്നതാണോ? ഇങ്ങനെയൊക്കെയുള്ള സന്ദേഹങ്ങൾ എല്ലാവർക്കും വരും. അത് സന്ദേഹം വരണതിൻ്റെ 2 കാരണം. നമ്പർ 1, ഇത് നിന്റെ ബുദ്ധിയിൽ നിന്ന് വരുന്നതല്ല, ബുദ്ധി പയന്നട്ടതായിരിക്കും. കയ്യെ ഉയർത്തി കർത്താവിൻ്റെ മുഖത്ത് കൊടുക്കാം. ബുദ്ധിക്കത് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് അന്യഭാഷ പേസുമ്പോൾ മന്ത്രവാദിക്ക് പോലും ഇത് പിടിക്കാൻ പറ്റാത്തത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ബാക്കി സകല മന്ത്രങ്ങളെയും ഉലകത്തിലുള്ളവർ മറ്റു മറുമന്ത്രങ്ങൾ ചൊല്ലി അഴിക്കുകയും എല്ലാം പിടിക്കുകയും ചെയ്യും. എന്നാൽ പരിശുദ്ധ ആവി നമ്മുടെ നാവിൽ തരുന്ന അന്യഭാഷകളെ പിടിക്കാൻ ഈ ഉലകത്തിൽ ഒരു മന്ത്രശക്തിക്കും കഴിയില്ല. 10,000 മന്ത്രവാദികൾ ഒന്ന് ചേർന്ന് വ്രതം നോറ്റ് മന്ത്രം ജപിച്ചാലും ആവിയിൽ വല്ലമ ഇരിക്കുന്ന ഒരു ഏലിയാവെ ജയിക്കാൻ അവർക്ക് കഴിയില്ല. അത് ബൈബിളിലുണ്ട്. ചേർന്ന ദൈവത്തിന് മുഖത്ത് കൊടുക്കാം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ആത്മീകൻ എല്ലാത്തെയും വിവേചിക്കും, താനോ ആരാലും വിവേചിക്കപ്പെടുകയില്ല എന്നാണ് ബൈബിൾ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ വാക്യത്തിലേക്ക് ഒന്നുകൂടെ വരാം. ഒരു മുறை കൂടെ അതൊന്ന് വായിക്കുമോ? എന്നിട്ട് ഞാൻ അതൊന്നുകൂടെ ക്ലിയർ ചെയ്ത് പറഞ്ഞു തരാം. 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധികാരം 2-ാമത് വാക്യം ഒരു മുறை കൂടെ വായിച്ചേ. 1, 2, 3 സ്റ്റാർട്ട്. അപ്പോൾ അന്യഭാഷയിൽ പേസുന്നത് ഒരുവനുക്കും പുരിയില്ല. അടുത്ത വാക്യം, അവൻ എന്നെ പേസുന്നു, ആവിയിനാലേ രഹസ്യങ്ങൾ പേസുന്നു. നല്ല പുരിയണം. ബുദ്ധിയിനാലേ എന്നല്ല, അവൻ ആവിയിനാലേ. അവൻ്റെ ആവിയും ദേവ ആവിയുമാണ് അവിടെ പേസൽ നടക്കുന്നത്. കരമേർത്തേക്കെടുത്ത ഇപ്പം ഈ മൊബൈൽ ഫോണ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ പാസ്റ്ററിൻ്റെ നമ്പറിലേക്ക് ഞാൻ വിളിക്കുക, അല്ലെങ്കിൽ ഈ ദൈവദാസൻ്റെ നമ്പറിലേക്ക് ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് കോള് വിളിക്കുന്ന സമയത്ത് എൻ്റെ ഫോണിൻ്റെ സിം കാർഡും പാസ്റ്ററിൻ്റെ ഫോണിൻ്റെ സിം കാർഡും തമ്മിലൊരു ഡീകോഡിങ് നടക്കുന്നുണ്ട്. സ്തോത്രം. ഉലകത്തിൽ കോടിക്കണക്കിന് പേരുടെ മൊബൈൽ സിമ്മുകൾ ഉണ്ടെങ്കിലും ഞാൻ അദ്ദേഹത്തിൻ്റെ നമ്പർ ഡയൽ ചെയ്യുന്ന ടൈം ഈ കോടിക്കണക്കിന് നമ്പറുകൾ ഉലകത്തിൽ ഇരുന്നാലും ആ നമ്പറുകളിലേക്കൊന്നും എൻ്റെ ഫോൺ റീച്ച് ആകുന്നില്ല. കറക്റ്റായിട്ട് എൻ്റെ സിം കാർഡ് അദ്ദേഹത്തിൻ്റെ സിമ്മുമായി മാത്രമേ കണക്റ്റ് ആവൂ. ചേർന്ന ദൈവത്തിന് മഹത്വം കൊടുക്കാം. സ്തോത്രം. ഒരു വലിയ ഡീകോഡിങ് ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഞാനത് സിമ്പിളായിട്ട് എപ്പോഴും എനിക്കും എൻ്റെ കൊച്ചറിവ് വെച്ച് മനസ്സിലാക്കിയത് വെച്ച് ഞാൻ പറയാറുണ്ട്. ഞാൻ ഈ ഫോൺ എടുത്ത് പാസ്റ്ററിൻ്റെ നമ്പറിലേക്ക് വിളിക്കുമ്പം എൻ്റെ ഫോണിൻ്റെ സിം കാർഡിൽ നിന്ന്, സ്തോത്രം, ടവറുമായി ഒരു കണക്ഷൻ ഉണ്ട്. ഇപ്പം ജിയോയുടെ സിം കാർഡാണ് ഞാൻ ഉപയോഗിക്കുന്നത്, കണക്ഷനാണ്. അപ്പം ഞാൻ എൻ്റെ നമ്പർ എടുത്ത് പാസ്റ്ററിനെ വിളിക്കുന്ന സമയം എൻ്റെ ഫോണിൽ കിടക്കുന്ന സിം കാർഡ് ഇവിടെ അടുത്തുള്ള ജിയോയുടെ ടവറുമായി കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നതിനാൽ, സ്തോത്രം, പ്രിയപ്പെട്ടവരെ, ഡയൽ ചെയ്യുന്ന ടൈമിൽ ഈ സിഗ്നലുകൾ ആദ്യം ടവറിലെത്തും. ടവർ വഴി ജിയോയുടെ
ആ വലിയ ടവർ വഴി ഇത് ആകാശത്തിരിക്കുന്ന സാറ്റലൈറ്റിലോട്ട് കണക്റ്റ് ആവും. ശ്രദ്ധിക്കണേ, പാസ്റ്ററിൻ്റെ ഫോൺ തൊട്ടടുത്തിരുന്നാലും ഞാൻ ഇദ്ദേഹത്തിൻ്റെ നമ്പറിൽ വിളിക്കുമ്പം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കല്ല ഫോൺ ചാടുന്നത്. എൻ്റെയും ഈ ഊഴിയക്കാരൻ്റെയും ഫോൺ പക്കത്തിൽ വെച്ചാലും ഞാൻ കോൾ ചെയ്യുന്ന ടൈം ഈ ഫോണിൻ്റെ സിഗ്നൽ ഒറ്റയടിക്ക് ഈ മേശയിൽ നിന്ന് ഇങ്ങോട്ട് ചാടുവല്ല ചെയ്യുന്നത്. അത് ആദ്യം ടവറിൽ പോയി ആകാശത്ത് വെച്ചിരിക്കുന്ന സാറ്റലൈറ്റിലെത്തും. അത് കരമേർത്തെ കർത്താവിന് നമുക്ക് കൊടുക്കാം. സാറ്റലൈറ്റിൽ നിന്ന് ആമൻ ഇത് നോക്കും. ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുന്ന ഈ ഊഴിയക്കാരൻ്റെ നമ്പർ ഈ ഭൂമിയിൽ എവിടെയെങ്കിലും ഏതെങ്കിലും രാജ്യങ്ങളിൽ ഏതെങ്കിലും ടവറിൻ കീഴിൽ ആ നമ്പർ പ്രതികരിക്കുന്നുണ്ടോ എന്ന് സാറ്റലൈറ്റ് സെർച്ച് ചെയ്യും. കരമേർത്തെ കർത്താവിന് നമുക്ക് കൊടുക്കാം. അങ്ങനെ ഈ ഭൂമിയെ സെർച്ച് ചെയ്യുന്ന ടൈമിൽ കറക്റ്റ് ആമൻ ഈ തമിഴ്നാട്ടിൽ സ്തോത്രം പ്രിയപ്പെട്ടവരെ കന്യാകുമാരി ജില്ലയിൽ കൃത്യമായി ഈ സ്ഥലത്ത് കാട്ടുകൊടയുടെ ഈ കീഴിൽ ആ ടവർ അല്ലെങ്കിൽ ആ ഫോൺ ആമൻ പ്രതികരിക്കുന്നു എന്ന് സ്തോത്രം ഇതിന് മനസ്സിലാവും. ആ ടൈമിലാണ് എന്ത് ചെയ്യുന്നത്, എൻ്റെ കോള് അവിടെ എത്തുന്നത്. കരമേർത്തെ കർത്താവിന് നമുക്ക് കൊടുക്കാം. സ്തോത്രം. ഇനി ആ കോൾ അവിടെ എത്തിയാലും ഇതിൻ്റെ ഇടയിൽ വേറെ കുറേ സംഗതികൾ നടക്കുന്നുണ്ട്. ശ്രദ്ധിക്കണേ. ആമൻ ഞാൻ ഇപ്പം പാസ്റ്ററിനെ വിളിച്ചു, ഈ പറയുന്നത് പോലെ സാറ്റലൈറ്റ് വഴി ആമൻ ഇദ്ദേഹത്തിൻ്റെ ഫോണിൻ്റെ കണക്ഷൻ വഴി എൻ്റെ ആ വോയിസ് ആമൻ അല്ലെങ്കിൽ ആ സിഗ്നലുകൾ പാസ്റ്ററിൻ്റെ ഫോണിൽ എത്തിയാലും ആമൻ പ്രിയപ്പെട്ടവരെ ഫോൺ ഓൺ ആണെങ്കിൽ മാത്രമാണ് നമുക്കറിയാം സ്തോത്രം ആമൻ ഈ കോളുകൾ തമ്മിൽ കണക്റ്റഡ് ആവും. ബാക്കിയെല്ലാം ഇവിടെ വരെ എത്തിയെന്ന് പറഞ്ഞാലും ഫോൺ സ്വിച്ച് ഓഫ് ആണെങ്കിൽ അവിടെ നമുക്ക് സംസാരിക്കുവാനായി സാധിക്കത്തില്ല. ഇനി ഫോൺ സ്വിച്ച് ഓൺ ആണെങ്കിൽ ആമൻ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നിടത്തോളം ഞാൻ ഈ സംസാരിക്കുന്ന എൻ്റെ ശബ്ദം എൻ്റെ മൊബൈൽ ഫോണിൻ്റെ ഇവിടെ ഒരു മൈക്കുണ്ട്, ഒരു കൊച്ചു മൈക്കുണ്ട്. ആ മൈക്ക് ക്യാച്ച് ചെയ്യും. സ്തോത്രം. ആ മൈക്ക് എൻ്റെ ഈ ശബ്ദത്തെ ക്യാച്ച് ചെയ്തിട്ട് അതിനെ റേഡിയോ സിഗ്നലുകളായി കൺവേർട്ട് ചെയ്യും. ആമൻ എന്താ പറയുക, വൈദ്യുത കാന്തിക തരംഗങ്ങളായി റേഡിയോ സിഗ്നലുകളായിട്ട് അതിനെ മാറ്റും. എന്നിട്ടാണ് ഇതിനെ ഈ ടവർ വഴി സാറ്റലൈറ്റിൽ വിടുന്നത്. സാറ്റലൈറ്റ് ആ സിഗ്നലുകളെ പിടിച്ചെടുത്ത് പാസ്റ്ററിൻ്റെ ഫോണിൻ്റെ ടവർ വഴി തിരിച്ച് പാസ്റ്ററിൻ്റെ മൊബൈലിലേക്ക് സെൻഡ് ചെയ്യും. ഫോൺ ഓൺ ആണെങ്കിൽ പാസ്റ്റർ കോൾ അറ്റൻഡ് ചെയ്യുന്ന ടൈമിൽ സംഭവിക്കുന്നത് എൻ്റെ വൈദ്യുത കാന്തിക തരംഗങ്ങളാക്കിയ ഈ ശബ്ദത്തെ പാസ്റ്ററിൻ്റെ ഫോണിൻ്റെ ആൻറ്റിന പിടിച്ചെടുത്തിട്ട് പാസ്റ്ററിൻ്റെ ഫോണിൻ്റെ സ്പീക്കർ സിസ്റ്റം ആ വൈദ്യുത കാന്തിക തരംഗങ്ങളെ റേഡിയോ സിഗ്നലുകളെ തിരിച്ച് ശബ്ദ തരംഗങ്ങളാക്കി ഡൈവേർട്ട് ചെയ്യും. ഈ സമയത്താണ് എൻ്റെ ശബ്ദം അവിടെ തിരിച്ചു കേൾക്കുന്നത്. ചേർന്ന ദൈവം ഇതൊക്കെ പറയാൻ തന്നെ എന്തോ ഒരു നേരം എടുത്തു. എന്നാൽ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഇതെല്ലാം സംഭവിക്കുക. ഇതിൻ്റെ മേജർ കാര്യങ്ങൾ ചെയ്യുന്നത് എൻ്റെ ഫോണിൻ്റെ അകത്തെ ആ സിം കാർഡും പാസ്റ്ററിൻ്റെ ഫോണിൻ്റെ അകത്തെ സിം കാർഡുക. ആമേ ഇങ്ങനെ കോള് വിളിക്കുന്ന സമയം വേറെ ഒന്നിലേക്കും അത് കണക്റ്റ് ആവില്ല, കറക്റ്റ് അവിടേക്ക് പോകും. അപ്പടിയാണ് നമ്മുടെ ആവിക്കുള്ളയാണ് നമ്മെ സൃഷ്ടിച്ച ദേവ ആവി ഇണയുന്നിരിക്കുന്നത്. നാം അന്യഭാഷ പേശുമ്പോൾ ഒരു മന്ത്രവാദിക്കും അതിനിടയിൽ വരാൻ കഴിയില്ല, ഒരു ലൂസിഫറിനും അതിനിടയിൽ വരാൻ കഴിയില്ല. അവൻ ആവിയിനാൽ രഹസ്യങ്ങൾ പേശും. അവിടെ ആ ദീർഘദർശനം വെളിപ്പെടുന്നത്, അത്ഭുതം വെളിപ്പെടുന്നത്, അടയാളം വെളിപ്പെടുന്നത്. ഒരു വല്ലമയ്ക്കും അതിനെ തകർക്കാൻ കഴിയില്ല. എത്ര പേർക്ക് ഞാൻ പേശുന്നത് പുരിയുന്നു? നീ അന്യഭാഷയിൽ ജപിക്കുമ്പോൾ ആവിയിൽ രഹസ്യങ്ങൾ വെളിപ്പെടും. ഹല്ലേലൂയ. കരമേർത്തെ കർത്താവിനെ സ്തോത്രം ചെയ്യാം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് അന്യഭാഷയിൽ ആരാധിക്കുമ്പം ആളുകൾക്ക് ദീർഘദർശനം കിടക്കുന്നത്. സ്തോത്രം. ആമേ ഞാൻ ഇതേക്കുറിച്ച് നിങ്ങളോട് പറയുമ്പോൾ ഈ ആവിയിനാലെ രഹസ്യങ്ങൾ എന്നതിനെ കുറിച്ച് രണ്ട് കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഒന്ന്, ഇത് നമ്മുടെ ബുദ്ധിക്ക് പുരിയില്ല. അങ്ങനെ ബുദ്ധിക്ക് പുരിയണമെങ്കിൽ ഒരു വഴിയുണ്ട്. വ്യാഖ്യാനത്തൊക്കെയായി ജപിക്കണം. ചേർന്ന ദൈവത്തിന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാനിങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ഈ അന്യഭാഷ പറയുന്ന എനിക്കൊന്ന് മനസ്സിലാക്കി തരൂ. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് ആ വചനം വായിക്കുന്നത്.
അന്യഭാഷയിൽ പേസുന്നവൻ അതിനെ മനസ്സിലാക്കേണ്ടതിന് വ്യാഖ്യാനത്തുക്കായി ജപിക്കട്ടെ എന്ന് കൊരിന്ത്യർ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, യേശു കർത്താവേ, എനിക്ക് ഈ അന്യഭാഷ പറയുന്നത് ഒന്ന് മനസ്സിലാക്കിയാൽ, കുറച്ചെങ്കിലൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാമെന്നുണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അന്ന് കുരുവിള സിറ്റി എന്ന് പറയുന്ന സ്ഥലത്തൊരു ഊഴിയത്തിന് പോയിരിക്കുന്ന സമയമാണ്. ആ സമയം ദേവാവി ചോദിച്ചു, ആരുടെ അന്യഭാഷ ഉനക്ക് പുരിയ വേണം? അപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞു, അവിടെ ഒരു പയ്യൻ അന്നേരം അന്യഭാഷ പറഞ്ഞ് നൃത്തം വെച്ചാൽ ഇവൻ പറയുന്ന അന്യഭാഷയെ ഒന്ന് മനസ്സിലാക്കി തരാമോ എന്നിങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരു ദൈവനിയോഗമുണ്ടായിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ മേൽ പോയി ഇങ്ങനെ കൈവച്ച് പ്രാർത്ഥിക്കുന്ന സമയം ഇദ്ദേഹം പറയുന്ന അന്യഭാഷ തൂങ്ങി മരണം എന്നാണ് എൻ്റെ കാതുകളിൽ കേൾക്കുന്നത്. അപ്പോൾ ഞാനത് ദർശനം കാണുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പം ഇങ്ങനെ തൂങ്ങി മരണം എന്നാണ് ഞാൻ കാണുന്നത്, ഒരു വിഷനായിട്ട് കാണുന്നു. ഇദ്ദേഹം പറയുന്നത് അങ്ങനെയാണ് എൻ്റെ കാതുകളിൽ എനിക്ക് കേൾക്കാൻ പറ്റുന്നത്. അപ്പം ഞാൻ കൂട്ടത്തിൽ അവരോട് പറഞ്ഞു, ഇവിടെ എന്തോ തൂങ്ങി മരണം സംഭവിക്കുന്നതിനെ കുറിച്ചാണ് ഈ കുട്ടി അന്യഭാഷ സംസാരിച്ചുകൊണ്ടിരുന്നത്. വ്യാഖ്യാനിക്കാനായി എനിക്ക് അങ്ങനെ തോന്നി. അപ്പം ഇങ്ങനെ ദൈവം ഇങ്ങനെയാണ് പറയുന്നതെന്ന് പറഞ്ഞു. ഞങ്ങൾ കൂട്ടം മുടിച്ച് വെളിയിൽ വന്നപ്പം കേൾക്കുക, ആ ചർച്ചിൻ്റെ ബാക്കിൽ ഏലത്തിൻ്റെ തോട്ടമുണ്ട്, ഇടുക്കി ഭാഗത്താ. അവിടെ ഒരു കാറ്റാടി മരത്തിൽ, സ്തോത്രം, ഇതുപോലെ ഒരു സഹോദരൻ തൂങ്ങുകയായിരുന്നു. ഈ സെയിം ടൈം അവൻ കുരുക്കിട്ട് തൂങ്ങി ആടുന്ന ടൈമിലാണ് ഇവിടെ ആവിയിൽ ഈ ജപം നടക്കുന്നത്. ചേർന്ന ദൈവത്തിന് മഹത്വം. ഞാൻ പറഞ്ഞത് ഒരു ദിവസം കൂടെ മുമ്പൊക്കെ അത് നമ്മൾ ആവിയിൽ വിവേചിച്ച് പ്രാർത്ഥിക്കാമെങ്കിൽ അപ്പിടിപ്പെട്ടവர்கள் ആമൻ സഭയ്ക്കുള്ളേ വന്ന് രക്ഷിക്കപ്പെടുവാൻ വരെ കർത്തർ ഉദവി ചെയ്യും. ഹല്ലേലൂയ. അപ്പം ഞാൻ പറയുന്നത് അപ്പടി അന്യഭാഷകൾക്ക് വ്യാഖ്യാനമുണ്ട്. ഒരിക്കൽ ഇവിടെ അന്തിയൂർ കോണത്തൊരു ചർച്ചിൽ കാട്ടാക്കട ഭാഗത്ത് ഇതുപോലെ പോയ സമയത്ത് ഒരു സഹോദരൻ ഇങ്ങനെ അന്യഭാഷയിൽ ഉച്ചത്തിൽ ആരാധിക്കുമ്പം എനിക്ക് അത് ഇതുപോലെ തന്നെ വ്യാഖ്യാനിക്കാൻ തോന്നി. ഇപ്പം ഞാൻ പറഞ്ഞു, ഇവിടെ ഇങ്ങനെ ഒരു അഗ്നിയാലുള്ള ഒരു സൂയിസൈഡ് അങ്ങനെ നടക്കുന്നതായിട്ട് കർത്താവ് കാണിക്കുന്നു എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ അതുകൊണ്ടത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ സഭയോടത് കട്ടിളയിട്ടു, നിങ്ങൾ ഉറപ്പായിട്ടും ഇതേ സില്ലിയായി എടുക്കാതെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ പ്രാർത്ഥിച്ചോ ഇല്ലയോ എന്ന് എനിക്ക് തെരിയില്ല. അവിടുത്തെ സെക്രട്ടറിയുടെ വൈഫ്, പ്രിയപ്പെട്ടവർ, ഇതുപോലെ മണ്ണെണ്ണ എടുത്ത് അധിക ദിവസങ്ങൾ തികയുന്നതിന് മുമ്പ് ഒരു പ്രശ്നത്തിന് നടുവിൽ മണ്ണെണ്ണ എടുത്തൊഴിച്ച് ഇതുപോലെ ആത്മഹത്യ ചെയ്തു, തീ കൊളുത്തി. അതിനുശേഷം അവർ ഇത് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും സഭയായിട്ട് പ്രാർത്ഥിക്കാൻ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 2 മുറയിൽ കൂടെ അവിടെ കൂട്ടം നടത്തിയിരുന്നു. ഞാൻ ഈ പറഞ്ഞു വന്നത്, ഞാൻ എന്തോ വലിയ ആളെന്ന് പറയാനല്ല, ഇത് ബൈബിളിലെ വാക്യമാണ്. അന്യഭാഷയിൽ പേസുகிறവൻ മനുഷ്യനിടത്തിൽ പേസാമൽ ദേവനിടത്തിൽ പേസുന്നു, അവൻ ആവിயின் രഹസ്യങ്ങൾ പേസുന്നു. രഹസ്യമാണതും മറഞ്ഞിരിക്കുന്നതുമായ കാര്യങ്ങൾ അന്യഭാഷയിൽ പേസുമ്പോൾ വെളിപ്പെട്ട് വരും. കരമുയർത്തി ഹല്ലേലൂയ പറയാം. ഇതിപ്പം ഊളിയക്കാർ മാത്രമല്ല, പണ്ടുള്ള പ്രവാചകിമാരായ അമ്മമാരെ കർത്തർ ഭയപ്പെടുത്തിയിട്ടില്ലേ. ഈ PV ആശാരി എന്ന് പറയുന്ന ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹം കൊട്ടാരക്കര പകുതിയിൽ ഒരു കൺവെൻഷൻ കൂട്ടത്തിൽ വചനം പേസുവാനായിട്ട് ഇതുപോലെ പോയി. അപ്പം ഇങ്ങനെ കൺവെൻഷൻ നടക്കുമ്പോൾ ഉപദേശി വചനം പേസുന്ന ടൈമിൽ ഉപദേശിക്ക് പേസ മുടിയുന്നില്ല, എന്തൊക്കെയോ ശാരീരികമായി ക്ഷീണം തോന്നുകയാണ്. അപ്പോൾ ഈ PV ആശാരി പാസ്റ്റർ ഇപ്പടി ചൊല്ലി, ആമേൻ, എനിക്ക് വചനം പേസുവാനായി പറ്റുന്നില്ല, അത് തടയിങ്കെ ഉള്ളതുപോലെ കർത്തർ ഒരു ഫീൽ ചെയ്യിക്കുന്നു, അതുകൊണ്ട് എല്ലാവരും അന്യഭാഷകളിൽ ആരാധിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കൺവെൻഷൻ കൂട്ടത്തിൽ എല്ലാവരും കുറച്ച് സമയം അന്യഭാഷ പറഞ്ഞ് ജപിക്കാൻ തുടങ്ങി, ആരാധിക്കാൻ തുടങ്ങി. ദൈവമക്കളെ, ആ സമയം അന്നമ്മ എന്ന് പറയുന്ന ഒരു ദീർഘദർശി അവിടെ ഉണ്ടായിരുന്നു. അന്നമ്മ എന്നാണെന്നാണ് എൻ്റെ ഓർമ്മ. ഉപദേശിയുടെ ജീവചരിത്ര പുസ്തകത്തിൽ ഈ സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. സ്തോത്രം. ആ പുസ്തകം എൻ്റെ കൈവശമുണ്ട്. പേര് അന്നമ്മ സംതിങ് ആണെന്നാണ് എൻ്റെ ഓർമ്മ. ഓക്കെ, അങ്ങനെ ഒരു ദൈവദാസി, ഒരു ദീർഘദർശിയായ ഒരു ദൈവദാസി അവിടെ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആ ദീർഘദർശിയുടെ മേൽ പരിശുദ്ധാവിயின் ശക്തി ആഴമായി ഇറങ്ങി ആ ആരാധനയുടെ നടുവിൽ അവരിങ്ങനെ അന്യഭാഷയിൽ സ്തോത്രം ആരാധിക്കുന്ന സമയം ആമൻ പെട്ടെന്ന് അവർക്കിതിൻ്റെ വ്യാഖ്യാനം ദൈവം കൊടുത്തിട്ട് അവർ ചാടി എഴുന്നേറ്റ് ആ കൺവെൻഷന്റെ നടുവിൽ പബ്ലിക്കായി പറഞ്ഞു, ആശാരി ഉപദേശിയോട് യഹോവയുടെ അരുളപ്പാട്, നിന്നെ കൊല്ലുവാൻ ഒരുത്തൻ കത്തിയുമായി ഇവിടെ നിൽക്കുന്നൊരു കാഴ്ച ദൈവം എന്നെ കാണിക്കുന്നെന്ന് പറഞ്ഞ് കൈ ചൂണ്ടിയതും
പെട്ടെന്ന് അവിടെ നിന്ന് ഒരുത്തൻ അരക്കെട്ടിൽ ഒരു കത്തി വെച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ ആശാരി ഉപദേശിയെ കൊല്ലുവാനായി കൊട്ടേഷൻ എടുത്ത് പൈസ മേടിച്ച് ഒരു ഗുണ്ട അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവൻ കണ്ടാൽ വെള്ളയൊക്കെ ആയിട്ട് നല്ല കുഞ്ഞാട് പോലെ ഇരിക്കും. അവൻ വന്ന് ഫ്രണ്ടിൽ ഇരിക്കുക. സ്തോത്രം. ആശാരി ഉപദേശം പ്രാർത്ഥിക്കാൻ ജനത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അരക്കെട്ടിൽ ഒളിപ്പിച്ച് വച്ചിരിക്കുന്ന കത്തി അടിവയറ്റിൽ കുത്തിത്താത്തി ഓടുവാനായി കൊട്ടേഷൻ മേടിച്ച് വന്നിരുന്നവനാ. എന്നാൽ അന്യഭാഷയിൽ ജപം നടന്നപ്പോൾ ആ രഹസ്യം ദീർഘദർശി മൂലം പരിശുദ്ധാവി സംസാരിച്ചു. കരമേർത്തി ഹല്ലേലൂയ പറയാം. അടുത്ത നിമിഷം അവൻ ഭയന്നു പോയി. ഇവൻ ഈ കത്തിയെടുത്ത് വലിച്ചെറിഞ്ഞേച്ച് ആ പബ്ലിക്കായി കൺവെൻഷൻ പന്തലിൽ നിലമ്പാട് വീണേച്ച് ഇങ്ങനെ പറഞ്ഞു, ഇവിടെ ദൈവമുണ്ട്, ഇവിടെ ദൈവമുണ്ട് എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പറയാം, ഒരു ബോധകരെ മറ്റുമല്ല, ആവിയിൽ അന്യഭാഷ പേശി നീ ജപിക്ക തുടങ്ങിയാൽ ഉനക്ക് കർത്തർ വെളിപ്പാടുകൾ തരാൻ തുടങ്ങും. വരപ്പോണകളെ കർത്തർ ഉനക്ക് വെളിപ്പെടുത്താൻ തുടങ്ങും. നമ്പിക്കയുള്ളവർ കയ്യെ തട്ടി കൊഞ്ച നേരം അന്യഭാഷ പേശി ആരാധിക്കണം. ആൽക്കണബല വേദബല ഭാഷപ്രബലബലം ആൽക്കണബല ഘടകണബലം മധുര ഘടകണബലം. എത്രത്തോളം നീ അന്യഭാഷകളിൽ ജപിക്കുമോ അത്രത്തോളം ആവിൻ രഹസ്യങ്ങൾ വെളിപ്പെട്ടു വരും. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി എത്ര പേർ ഒപ്പുകൊടുക്കും? പരിശുദ്ധാവിയെ ആ അഭിഷേകത്തോടെ ജപിക്കുവാൻ എന്നെ ബലപ്പെടുത്തുക. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ കരമയുയർത്തി ഒരിക്കൽ കൂടെ ഹല്ലേലൂയ. ഇനി 3 കാര്യം കൂടെ പറഞ്ഞു ഓടിച്ചു നിർത്താം, എന്നിട്ട് നമുക്ക് അഭിഷേകത്തെക്കായി ജപിക്കാം. അന്യഭാഷയിൽ നമുക്ക് പേസ മുടിയും, അന്യഭാഷയിൽ ജപിക്ക മുടിയും, അന്യഭാഷയിൽ പാട മുടിയും. കൈ ഉയർത്തി ദൈവത്തിന് മഹിമ കൊടുക്കാം. 3 കാര്യങ്ങൾ അന്യഭാഷകളിൽ നമുക്ക് ചെയ്യാനായി സാധിക്കും. നമ്പർ 1, അന്യഭാഷകളിൽ പേസ മുടിയും. ഹല്ലേലൂയ. നമ്പർ 2, അന്യഭാഷയിൽ ജപിക്ക മുടിയും. നമ്പർ 3, അന്യഭാഷയിൽ പാടുവാനായി സാധിക്കും. സ്തോത്രം. ഓക്കെ, ഈ 3 കാര്യങ്ങൾ നമുക്കൊന്ന് ഓടിച്ച് മാത്രം ബൈബിളിൽ നിന്നൊന്ന് നോക്കിയേച്ച് നമുക്ക് ഈ മെസ്സേജ് അവസാനിപ്പിക്കാം. എനിക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല ഈ മെസ്സേജ്, കാരണം ഇതെൻ്റെ വാഴ്ക്കയെ മാറ്റിമറിച്ചതാണ്. ഹല്ലേലൂയ. ഇന്ന് ഞാൻ നിങ്ങളുടെ നടുവിൽ ഒരു ഊഴിയക്കാരനായി സാക്ഷി ചൊല്ലുവാൻ എന്നെ നിർത്തിയത് പോലും ഈ അന്യഭാഷയിലുള്ള ജപമാണ്. ഹല്ലേലൂയ. ഇന്ന് കൂട്ടത്തിൽ ആരെങ്കിലും കർത്തരുടെ ആവിയിനാൽ ഭയപ്പെടുത്തപ്പെടുവാൻ ആശയിരിക്കുന്നെങ്കിൽ കർത്തർ ഉങ്ങൾക്ക് കൊടുക്കുന്ന അന്യഭാഷ പേശി നിങ്ങൾ 1 മണിക്കൂർ സമയം വീട്ടിലുള്ള ജപം തുടങ്ങിയാൽ കർത്തർ ഉന്നെ ഭയപ്പെടുത്ത തുടങ്ങും വല്ലമയായി. കൈ ഉയർത്തി ഹല്ലേലൂയ. ഓക്കെ, നമുക്ക് അതിന് വേണ്ടിയിട്ട് സ്തോത്രം. നമ്പർ 1, അന്യഭാഷയിൽ പേസ മുടിയും. സ്തോത്രം. 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധികാരം 18-ാമത് വചനം നമുക്ക് ചേർന്ന് വാസിக்கலாம். 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധികാരം 18-ാമത് വചനം. എല്ലാവരും എടുക്കുക. 1, 2, 3 സ്റ്റാർട്ട്. അപ്പോൾ അന്യഭാഷയിൽ എന്നെ ചെയ്യാൻ കഴിയും? പേസ മുടിയും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ അന്യഭാഷയിൽ സംസാരിക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഈ പ്രേമിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ടല്ലോ, പ്രേമിക്കരുത്, നിങ്ങൾ അതിൻ്റെ ഒന്നും പുറകെ പോകരുത്. അവസാനം നമ്മുടെ ജീവിതം തന്നെ പലതും പ്രേമിച്ച് കല്യാണം കഴിക്കുന്ന പല കുടുംബങ്ങളും തകർച്ചയുടെ വക്കിലാണെന്ന് നമുക്കറിയാം. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അറേഞ്ച്ഡ് മാരേജും പ്രേമവിവാഹങ്ങളും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കൂടുതൽ ഡൈവേഴ്സുകൾ ഞാൻ കണ്ടിടത്തോളം വെച്ചിട്ട് കൂടുതൽ ഡൈവേഴ്സുകൾ ഉണ്ടായിട്ടുള്ളത് പ്രേമ കല്യാണങ്ങളിൽ തന്നെയാണ്. കൈ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാം. സോ അതിൽ നിന്ന് തന്നെ ഈ പ്രേമിച്ച് നടക്കുന്നത് നമ്മുടെ ജീവിതത്തെ പിന്നീട് നാശത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായി സാധിക്കും. ഓക്കെ, അപ്പം ശ്രദ്ധിക്കുക. ദൈവത്തിൻ്റെ ഹിതപ്രകാരം തരുന്നതാണെങ്കിൽ അബ്രഹാമിന് സാറ, ഇസഹാക്കിന് റിബേക്ക, അതുപോലെ അക്കില്ലാവിന് പ്രിസ്കില്ല, യോസഫിന് മറിയ, അതൊക്കെ ദേവനോട് സിദ്ധമായിരുന്നു. അത് എവളോ ആശീർവാദമായി. കൈ ഉയർത്തി ഹല്ലേലൂയ പറയും. അപ്പടി കർത്തർ നമുക്ക് തരുന്നത് നല്ലതാണ്. എങ്കിലും ഞാൻ ഈ എക്സാമ്പിൾ എടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാനാണ്. ഈ പ്രേമിച്ച് നടക്കുന്ന പിള്ളേരെ, അവരെ സംബന്ധിച്ചിടത്തോളം അവരെ സംസാരിച്ച് സമയം പോകുന്നത് അറിയില്ല. മനസ്സിലായോ? ഇവരിങ്ങനെ ഒത്തിരി സമയം ഇവർ സംസാരിക്കും.
ആമൻ സുഖാണോ, എന്നാ ഉണ്ട് വിശേഷമൊക്കെ, ആമേ അവിടെ ഇപ്പം മഴയുണ്ടോ, സ്തോത്രം, എത്ര ദിവസമായി മഴ. കാരണം ഇങ്ങനെ വർത്താനം പറയാൻ ഒന്നുമില്ല, അതുകൊണ്ട് പിന്നെയും പിന്നെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. പിന്നെ എന്നാ ഉണ്ട് വിശേഷം, പറയും ഇനി പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. എന്നതാ കഴിച്ചേ, ചോറാണ് കഴിച്ചത്. മഴയുണ്ടോ, മഴയില്ല. അപ്പം പിന്നെ എന്നാ ഉണ്ട് വിശേഷം, ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. പറ എന്നാ ഉണ്ട്. ഇങ്ങനെ നിർത്താൻ തോന്നൂല, മനസ്സിലായി? ചുമ്മാ പറഞ്ഞത് തന്നെ ഇങ്ങനെ പറഞ്ഞ്. അതുകൊണ്ട് ഈ മൊബൈൽ കമ്പനിക്കാരെ തമിഴ്നാട്ടിൽ എവിടെയാണെന്ന് എനിക്കറിയില്ല, കേരളത്തിലൊക്കെ ഒട്ടുമിക്ക മൊബൈൽ കമ്പനികളും കൃത്യം 1 മണിക്കൂറാകുമ്പോൾ അവർ തന്നെ കട്ട് ചെയ്യും. ഇപ്പം മനസ്സിലായോ? കരമേർത്തി ഹല്ലേലൂയ പറ. കാരണം ഇവർ പേശി ഇവർക്കേ മനസ്സിലാവുന്നില്ല, അതുകൊണ്ട് ഇപ്പം അവരെ കട്ട് ചെയ്ത് കളയുക. അപ്പം ഞാൻ ഈ പറഞ്ഞു വരുന്നത്, ദൈവമക്കളെ, പ്രേമിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ സംസാരിക്കുമ്പോൾ ഇനി വാക്കുകളില്ലെങ്കിൽ പോലും അവർ സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. കാരണം അവർ അത്രത്തോളം ആ വ്യക്തിയെ സ്നേഹിക്കുന്നു. അപ്പടിയാണ് കർത്തരെ നാം നേസിക്ക തുടങ്ങുമ്പോൾ, കർത്തരെ നാം പ്രേമിക്ക തുടങ്ങുമ്പോൾ നാം കർത്തരോട് മണിക്കൂറുകൾ പേസ തുടങ്ങും. കൈ ഉയർത്തി ഹല്ലേലൂയ പറയും. അതുകൊണ്ടാണ് പൗൽ പറയുന്നത്, ഉങ്ങളിൽ എല്ലാവരെ പാക്കിലും ഞാൻ അധികമായി ഭാഷകളെ പേസുന്നതിനാൽ ദേവനെ തുതിക്കുന്നു. ഒരു മുறை കൂടെ அந்த വസനത്തെ വാസിക്കലാമ? 1 2 3 സ്റ്റാർട്ട്. 1 കൊരിന്ത്യർ 14:18. ഉണ്മയിലെ സ്തോത്രം, இந்த ഉലകത്തിൽ നാം അധികമായി നേസിക്കുന്നവർ നാളെ നമ്മെക്കാളും, ഇപ്പോൾ ഒരു പെണ്ണ് ആണിനെയും ആണ് പെണ്ണിനെയും പ്രേമിക്കുമ്പോൾ സ്തോത്രം, നമ്മെക്കാളും നല്ല ഒരു ആണിനെ കണ്ടാൽ ഒരു വേള ഈ പെണ്ണിൻ്റെ പ്രേമമൊക്കെ മാറി തിരിച്ച് അങ്ങോട്ടേക്കാകാം. തിരിച്ചും നിന്നേക്കാൾ സുന്ദരിയും നിന്നേക്കാൾ കഴിവും പണവുമുള്ള നല്ലൊരു പെൺകുട്ടിയെ കണ്ടാൽ ഒരു വേള നിന്നോട് പറഞ്ഞ ചക്കരവാക്കൊക്കെ മറന്ന് അവൻ ആ പെണ്ണിൻ്റെ പിറകെ പോകാം. അതാണ് ഈ ഉലകത്തിൽ കാണുന്നതൊക്കെ. പ്രിയപ്പെട്ടവരെ, ஆனால் ഞാൻ ഒരു കാര്യം ഉണ്മയോടെ പറയാം, കർത്തരെ പ്രേമിച്ചാൽ അവൻ ഒരിക്കലും നമ്മെ വിട്ട് വിളകി പോകില്ല. കാരണം നാം പാപികളായിരിക്കുമ്പോഴേ നമ്മെ വീണ്ടെടുക്കാൻ തൻ്റെ ചോരയും പ്രാണനും തന്നവനാണ് യേശു. അതുകൊണ്ട് യേശുവെ നേസിച്ചാൽ അവർ വെക്കപ്പെടില്ല. നമ്പിക്കയുള്ളവർ കയ്യെ തട്ടി നല്ല കർത്തർക്കൊന്ന് മഹിമയെ കൊടുക്കാം. റിബല ഘടകന ബലം, മധുര ഘടകന ബലം, റിബല ഘടകം. യേശുവിനോട് നേസമായി ഇരിക്കണം, യേശുവോട് പേശണം അധികമായി. അതുകൊണ്ട് പൗൽ ചൊല്ലുന്നു, ഉങ്ങളിൽ എല്ലാവരെ പാട്ടിലും റിബല ഘടകം റമ്പൽ കമനം ഞാൻ അന്യഭാഷകളിൽ പേശുന്നതിനാൽ ദേവനെ പുകഴ്ത്തുകയാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ളവർ ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പറയും. അപ്പം അന്യഭാഷകളിൽ നമുക്ക് പേശ മുടിയും. ഇനി നമ്പർ 2, അന്യഭാഷകളിൽ ജപിക്ക മുടിയും. അതാണ് നമ്മൾ ആദ്യം വായിച്ചത്. ഒരു മുறை കൂടെ അത് വായിക്കാമോ? 1 കൊരിന്ത്യർ ലേഖനം 14 14 15 2 വചനങ്ങൾ ഒന്നുകൂടെ നമുക്കൊന്ന് വായിക്കാം. 1 2 3 സ്റ്റാർട്ട്. വായിച്ചോ. അപ്പം ഇങ്ങനെ ക്ലിയർ ആയിട്ട് കൊടുക്കപ്പെട്ടിരിക്കുന്നു, അന്യഭാഷയിൽ ഞാൻ വിണ്ണപ്പം പണ്ണിനാൽ എന്നുടെ ആവിയാണ്. അപ്പം അന്യഭാഷയിൽ എന്നെ ചെയ്യ മുടിയും, വിണ്ണപ്പം പണ്ണ മുടിയും, അഥവാ ജപിക്ക മുടിയും. കൈ ഉയർത്തി ഹല്ലേലൂയ പറയാമോ? അന്യഭാഷയിൽ പേസ മുടിയും, അന്യഭാഷയിൽ ജപിക്ക മുടിയും, ഇനി അന്യഭാഷയിൽ പാട മുടിയും. അതാണ് അതിനുടെ 15ാമത്തെ വാക്യത്തിൽ വായിച്ചത്. ഒരു മുறை കൂടെ വായിച്ചേ. കണ്ടോ? ആവിയോടും പാടുവൻ. ആവിയിൽ ജപിക്കുന്നത് എപ്പോഴാണെന്നാ പഠിച്ചത്? ആവിയിൽ ജപിക്കുന്നത് എപ്പോഴാണെന്നാ പഠിച്ചത്? ആവിയിൽ എപ്പോഴാ നമ്മൾ ജപിക്കുന്നത്? കേട്ടില്ല. അന്യഭാഷയിൽ. ഓക്കെ, ആവിയിൽ ജപിക്കുന്നത് അന്യഭാഷ പേശയാണ് ജപിക്കുന്നതെങ്കിൽ ആവിയിൽ പാടുന്നത് എപ്പടി? അന്യഭാഷയിൽ പാടണം. കൈ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാം. നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ അന്യഭാഷയിൽ പേശ മുടിയും, അന്യഭാഷയിൽ ജപിക്ക മുടിയും, അന്യഭാഷയിൽ പാട മുടിയും. തമിഴ് ഭാഷയിലും മലയാള ഭാഷയിലൊക്കെ നമുക്ക് പാട്ട് പാടാൻ പറ്റും, പ്രാർത്ഥിക്കാൻ പറ്റും, സംസാരിക്കാൻ പറ്റും. ഇതുപോലെ അന്യഭാഷയിലും പാടാം, പ്രാർത്ഥിക്കാം, സംസാരിക്കാം. പ്രിയപ്പെട്ടവരെ, അന്യഭാഷയിൽ പാടിയാൽ വലിയ വിടുതലുകൾ നടക്കും. അന്യഭാഷയിൽ പാടുന്നവർക്കൊക്കെ ഒത്തിരി പാട്ടുകൾ എഴുതാനൊക്കെ കൂടുതൽ കൃപകൾ ലഭിക്കും. ആവിയും ഗാനങ്ങളൊക്കെ എഴുതുവാനായിട്ട് കൃപകൾ ഉണ്ടാകും. ഞാൻ ഈ അന്യഭാഷകളിൽ കൂടുതൽ സമയം പാടാറുണ്ട്. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി വിടുതൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ കുവൈറ്റിൽ നിന്ന് ഊളിയം മുടിച്ച് നാട്ടിൽ വന്ന് 42 ദിവസം എനിക്ക് പനി ഉണ്ടായിരുന്നു.
42 ദിവസം. പ്രിയപ്പെട്ടവരെ, ഈ 42 ദിവസവും എനിക്ക് ഊളിയം ഉണ്ടായിരുന്നു. കൺവെൻഷനും ഉപവാസ പ്രാർത്ഥനകളൊക്കെ ആയിട്ട് പലയിടത്തും ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കുവൈറ്റിൽ അന്ന് എനിക്കൊന്നും 50 ഡിഗ്രിയോ 55 ഡിഗ്രിയോ ഭയങ്കര ചൂടായിരുന്നു. വെളിയെ ഇറങ്ങുമ്പം ഭയങ്കര ചൂട്, അകത്ത് കയറുമ്പം 16-17 ഡിഗ്രിയിലൊക്കെയാണ് AC. ഇത് രണ്ടും നമുക്ക് പറ്റില്ല. വെളിയിലെ ചൂടും പറ്റത്തില്ല, ഈ 17-18 ഡിഗ്രിയിൽ തണുപ്പിക്കുന്ന തണുപ്പ് നമുക്ക് പറ്റത്തില്ല. സ്തോത്രം. കാരണം ഇവിടെ എപ്പോഴും നമുക്കറിയാനുള്ള ഒരു 26 മുതൽ 30 ഡിഗ്രിക്കിടയിലാണ് നമ്മുടെയൊക്കെ ചൂട് ഇവിടെ കൂടുതൽ. അങ്ങനെ ഒരു അന്തരീക്ഷത്തിലായതുകൊണ്ട് അവിടുത്തെ ഹയർ ചൂടും തണുപ്പ്. അതുകൊണ്ട് ഒരു മാസം ഞാൻ അവിടെ നിന്നപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷെ നാട്ടിൽ വന്നപ്പം എനിക്ക് ബോഡി ഭയങ്കര വീക്കായി. 42 ദിവസം പനി വിട്ടുമാറാതെ നിന്നു. അങ്ങനെ ഈ 42 നാളും കൂട്ടത്തിന് പോവും. എന്നിട്ട് ചെയ്യുന്നത്, ഉച്ചയ്ക്ക് കൂട്ടം പിടിച്ചാൽ ഒട്ടനെ ഞാൻ പോയി പുതപ്പിനടിയിലോട്ട് കിടക്കും. പിന്നെയും പ്രാർത്ഥിച്ച്, കർത്താവേ ഒരു ബലം തരണേന്ന് പ്രാർത്ഥിച്ച് വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും പോയി കൺവെൻഷൻ കൂട്ടത്തിൽ ആ 1.5 മണിക്കൂർ എങ്ങനെയെങ്കിലും നിന്ന് പ്രസംഗിക്കും. അതിന് ശേഷം വീണ്ടും ആമൻ പുതപ്പിനടിയിലേക്ക് കയറി കിടക്കും. അങ്ങനെ 42 ദിവസമായി. അപ്പോൾ 42ാമത് ദിവസമായപ്പം പപ്പയും അമ്മയും വൈഫും എല്ലാവരും ഒത്തിരി എന്നെ എന്താ പറയുക വഴക്ക് പറഞ്ഞു. ഇതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ വഴക്ക് പറഞ്ഞു. അപ്പോൾ അന്ന് എനിക്ക് ഇവിടെ നിന്ന് ട്രിവാൻഡ്രത്തെ കൂട്ടം കഴിഞ്ഞ് പിറ്റേന്ന് കാലയിൽ തൃശ്ശൂർ എന്ന് പറയുന്ന സ്ഥലം, എനിക്കൊന്ന് ഏകദേശം ഒരു 330 കിലോമീറ്റർ 340 കിലോമീറ്റർ ഒക്കെ ഉണ്ടാവും ഇവിടുന്ന്. അത്രയും ദൂരം യാത്ര ചെയ്ത് അവിടെ ചെന്ന് ഒരു യൂത്ത് മീറ്റിങ്ങിൽ ഞാൻ വചനം പ്രസംഗിച്ചു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ചെയ്യുന്നത്, നെല്ലിക്ക മേടിച്ചിട്ട് ഉപ്പും മുളകും കൂടെ മിക്സ് ചെയ്ത് ഞാനിങ്ങനെ എൻ്റെ കയ്യിൽ വെച്ചിട്ടുണ്ട്, ഉപ്പും മുളകും ഒരു പൊതിക്കകത്ത്. എന്നിട്ട് പച്ച നെല്ലിക്ക മേടിച്ച് ഛർദ്ദിക്കാൻ വോമിറ്റിംഗ് വരുന്ന സമയം ഈ ഉപ്പിലും മുളകിലും മുക്കി ഇങ്ങനെ കടിച്ചുകൊണ്ടിരിക്കും, ഛർദ്ദിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതായിരുന്നു എൻ്റെ ഫുഡ് കുറേ ദിവസങ്ങളായിട്ട്. അപ്പോൾ ഈ യൂത്ത് ക്യാമ്പ് കഴിഞ്ഞപ്പോഴേക്കും നല്ല ക്ഷീണിതനായി. അന്ന് രാത്രി പാലക്കാട് ജില്ലയിൽ ഒരു മല കയറി. അന്ന് ഞാൻ ബൈക്കിലാണ് പോയിക്കൊണ്ടിരുന്നത്. പ്രിയപ്പെട്ടവരെ, ആ മല കയറി മുകളിലെത്തിയപ്പോൾ ഞാൻ അവിടുത്തെ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററേ 42-ലധികം ദിവസമായി എനിക്ക് പനി വിട്ടു മാറുന്നില്ല, എനിക്ക് തീരെ ക്ഷീണമാണ്. സോ ഇന്ന് ഞാൻ പ്രസംഗിക്കുന്നില്ല, നമുക്കിവിടെ കുറച്ച് സമയം ആരാധിക്കാമെന്ന് പറഞ്ഞു. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ വിടുതൽ അനുഭവിച്ചിരിക്കുന്നതെല്ലാം അന്യഭാഷയിൽ പാടിക്കൊണ്ടിരിക്കുമ്പോഴാണ്. കർമ്മയേറിയ കർത്താവിന് മഹത്വം കൊടുക്കും. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എനിക്ക് പ്രസംഗിക്കാനുള്ള ബലം തീരെയില്ല. അതുകൊണ്ട് നമുക്ക് കുറച്ച് സമയം ഇരുന്ന് ആരാധിക്കാമെന്ന് പറഞ്ഞ് ഞാൻ ആ ചുമരിൽ ഇങ്ങനെ ചാരി ഇരുന്ന്, അവരും എനിക്ക് നല്ല അറിയാവുന്നവരാ പാസ്റ്റർ. അപ്പം അതുകൊണ്ട് കുഴപ്പമില്ല പാസ്റ്റർ, നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് 7:15 മുതൽ ആരാധന തുടങ്ങി. 8:45 വരെ 1.5 മണിക്കൂർ നിർത്താതെ കൈയടിച്ച് അന്യഭാഷ പ്രാർത്ഥിച്ചു. ആ ആരാധന കഴിഞ്ഞതും പനി വിട്ടുപോയി. കരമേറിയ കർത്താവിന് പിന്നീട് കൃപയാൽ ഇപ്പോൾ 2 വർഷം കഴിഞ്ഞു. ഇതുവരെയും അതിനുശേഷം ഒരു അസ്വസ്ഥത ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ 1.5 മണിക്കൂർ സമയം കൈയടിച്ച് ഈ അന്യഭാഷയിൽ തന്നെ ഇങ്ങനെ ആരാധിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വിടുതൽ ഉണ്ടായത് അവർ കണ്ടു കഴിഞ്ഞപ്പോൾ ആ പാസ്റ്ററിനെ പിറ്റേ മാസം വിളിക്കുക, പാസ്റ്ററേ പാസ്റ്റർ പ്രസംഗിക്കേണ്ട, അന്ന് വന്ന് ആരാധിച്ചില്ലേ, അതുപോലെ നമുക്കൊന്ന് ആരാധിക്കാം എന്ന് പറഞ്ഞിട്ട് ആരാധിക്കാനായിട്ട് അവരെന്നെ പിന്നെയും വിളിച്ചു. അങ്ങനെ ഞാൻ പാലക്കാട് ജില്ലയിൽ കല്ലടിക്കോട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവരുടെ ഒരു വിശ്വാസിയുടെ വീട്ടിൽ ഇതുപോലെ ഞങ്ങൾ പോയി 1.5 മണിക്കൂർ അവിടെ ഇങ്ങനെ ആരാധിക്കുന്ന സമയം ഇവിടെ ഒരു ആൻറ്റി വന്നിട്ടുണ്ടായിരുന്നു. ആ ആൻറ്റി ആദ്യം ആരാധിക്കുമ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ കൈയൊക്കെ കെട്ടിയിരുന്നു. ഒരു 10-20 മിനിറ്റ് ഞങ്ങൾ കൈ അടിച്ച് സ്തോത്രം പറയുമ്പോൾ ആൻറ്റി ഇങ്ങനെ കൈ കെട്ടി ചുമ്മാ ഇരിക്കുക. ഒരു അരമണിക്കൂറായപ്പോൾ ഈ ആൻറ്റി പതുക്കെ ഇങ്ങനെ സ്തോത്രം ഇങ്ങനെ പതുക്കെ ഒന്ന് ചലിച്ചു തുടങ്ങി. 1 മണിക്കൂറൊക്കെ ആയപ്പോഴേക്കും ആൻറ്റി പതുക്കെ ഇങ്ങനെ സ്തോത്രം 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 എന്ന് പറഞ്ഞാൽ കൈയടിക്കാൻ തുടങ്ങി. 1.5 മണിക്കൂറായപ്പോൾ ചെയറിൽ നിന്ന് ചാടി എഴുന്നേറ്റ് നൃത്തം വെച്ച ആൻറ്റി ആരാധന തുടങ്ങി. ഇത് കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം അറിയുന്നത്, 13 കൊല്ലമായിട്ട് സ്ട്രോക്ക് വന്ന് കൈവിരലുകൾ ചലിക്കാതിരിക്കുമായിരുന്നു ആ സഹോദരിയുടെ. അന്ന് ആരാധനയുടെ നടുവിൽ ദൈവശക്തി അവിടെ മേൽ ഇറങ്ങി, ആ വിരലുകൾ ചലിച്ചു. ആവിയിൽ പാടുമ്പോൾ ബന്ധനങ്ങൾ തകരും. നമ്പിക്കുള്ളവർ നല്ല ഉത്സാഹമായി കൈ അടിച്ചു. കൊഞ്ച നേരം അപ്പടിയേ റിബല കിടകന ബലം, മധുര കിടകന ബലം, യേശുവിന്റെ മകത്വം മകത്വം മകത്വം. ഇന്ന് രാത്രി കർത്തർ ചില വിടുതലുകൾ ഇങ്ങ ചെയ്യ പോകുകയാ, ചില അത്ഭുതങ്ങൾ ഇങ്ങ ചെയ്യ പോകുകയാ. ശക്തമായ വിടുതലുകൾ നമ്മുടെ നടുവിൽ കർത്തർ ചെയ്യ പോകുകയാ. റിബല കിടകന മധുരാണ് ബസ് കിടകന ബല, യേശുവിന്റെ മകത്വം. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, അന്യഭാഷയിൽ പേസ മുടിയും, അന്യഭാഷയിൽ പാട മുടിയും. ഹല്ലേലൂയ, ആമേൻ. അന്യഭാഷയിൽ എന്നെ ചെയ്യും, ജപിക്കും മുടിയും. ഒരേ ഒരു സാക്ഷി കൂടെ ചൊല്ലി ഞാൻ മുടിക്കാൻ ആഗ്രഹിക്കുക.
എനിക്ക് അഭിഷേകം കിട്ടി 6 മാസം സന്ദേഹപ്പെട്ടിരുന്നു. കാരണം 2 വാക്കാണ് എനിക്ക് ആദ്യമായിട്ട് അന്യഭാഷ എൻ്റെ നാവിൽ ആരാധിച്ചപ്പോൾ വന്നത്. ശക്തി വന്നു, രോഗസൗഖ്യമുണ്ടായി, അന്യഭാഷ 2 വാക്ക് വന്നു. പക്ഷെ എനിക്ക് സംശയമായിരുന്നു, ഞാൻ ഈ പറയുന്നത് ഒറിജിനൽ അന്യഭാഷയായിരിക്കോ, ഇത് കേട്ട് പഠിച്ചതാണോ, എൻ്റെ മനസ്സിൽ തോന്നിയത് വല്ലോ ഞാൻ പറഞ്ഞതായിരിക്കോ, ഇങ്ങനെയൊക്കെയുള്ള മാനുഷിക ചിന്ത എനിക്ക് വന്നിട്ട് 6 മാസം ഞാൻ മിണ്ടാതിരുന്നു. ആ കാലത്താണ് അജയ് എന്ന് പറയുന്ന ഒരു ദൈവദാസനെ കർത്താവ് എൻ്റെ അടുക്കലേക്ക് അയക്കുന്നതും. അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടില്ല, അദ്ദേഹത്തിന് എന്നെ അറിയില്ല. അദ്ദേഹം എൻ്റെ ശിരസിൽ കൈവച്ചിട്ട് പറഞ്ഞു, മോനെ, നീ 6 മാസങ്ങൾക്ക് മുമ്പ് പരിശുദ്ധാവിയാൽ നിറപ്പപ്പെട്ടു, അന്യഭാഷ നിന്റെ നാവിലുണ്ട്, നിനക്ക് കിടച്ചതെ ഭയപ്പെടുത്താതെ കർത്തർ എപ്പടി പുതിയത് തരും. ബൈബിൾ അങ്ങനെ ഒരു വാക്യമില്ലേ, കൊഞ്ചത്തിൽ ഉണ്മയായിരിക്കുന്നവനെ. അപ്പം ഞാൻ നനച്ചിരുന്നത് ഒറ്റയടിക്ക് 10,000 വാക്ക് എനിക്ക് കിട്ടുമെന്നാ. നല്ലൊരു ശതമാനം പേർക്കും അന്യഭാഷ അഭിഷേകം വരുമ്പം ചിലപ്പോൾ കുറച്ച് വാക്കുകളൊക്കെ ആയിരിക്കും വരുന്നത്. 4 വാക്ക്, 2 വാക്ക്, 1 വാക്ക്, 10 വാക്ക്. ഒരു ചിലർക്ക് 10,000 കണക്കിന് വാക്കും കർത്തർ കൊടുക്കാറുണ്ട്. സ്തോത്രം. എന്നാൽ അത് 10,000-ൽ 1-2 പേർക്കൊക്കെ അങ്ങനെ കിട്ടാറുള്ളൂ. നല്ലൊരു ശതമാനം പേരും അഭിഷേകം പ്രാപിക്കുമ്പോൾ മുതലാവത് 1, 2, 3 വാർത്തകളാണ് നാവിൽ വരുന്നത്. ഇത് പേസ തുടങ്ങുമ്പോഴാണ് പുതിയത് വരുന്നത്. അതാണ്, നിങ്ങൾക്ക് കൊഞ്ചത്തിൽ ഉണ്മയായിരുന്നാൽ കർത്തർ അനേകത്തിൽ നിങ്ങളെ നിറയ്ക്കും, വിചാരകരാക്കും. കൈ ഉയർത്തി ഹല്ലേലൂയ പറയാം. അപ്പം ഇതൊക്കെ ഞാൻ ഈ വിശദീകരിച്ച് പറയുന്നത്, ഇങ്ങനെ ആ ഊളിയക്കാരൻ പറഞ്ഞ് ശിരസിൽ കൈ വെച്ചപ്പം എൻ്റെ സംശയമൊക്കെ മാറിപ്പോയി. ആമേൻ. കർത്താവ് അന്ന് തന്ന 6 മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ നാവിൽ തന്ന 2 വാക്ക് ഞാൻ പറഞ്ഞു. ആ ആരാധനയിൽ വേറെ 2 വാക്കൂടെ നാവി വന്നു. സ്തോത്രം. എന്നെ 4 വാക്കായി. അടുത്ത ആരാധനയിൽ 8 വാക്കായി. അത് 16ആയി. അങ്ങനെ പിന്നീട് എപ്പോൾ ആരാധിച്ചാലും അനേക പുതിയ വാർത്തകൾ തരാൻ തുടങ്ങി. ഇങ്ങനെ ഈ അന്യഭാഷയിൽ ആരാധന തുടങ്ങി 3 വാരം കഴിഞ്ഞപ്പോഴേക്കും ദർശനങ്ങൾ കാണാൻ തുടങ്ങി. ദീർഘദർശനങ്ങൾ നാവിലൂടെ വരാൻ തുടങ്ങി. കരമേർത്തെ കർത്താവിനെ സ്തോത്രം ചെയ്യാം. അതുകൊണ്ട് ദൈവമക്കളെ, ഇന്നേക്ക് ഒരു വാർത്ത കിടച്ചാലും നീങ്കത് സന്ദേഹപ്പെടാമൽ പേശി കർത്തരെ ആരാധിക്കണം. ഞാൻ നിങ്ങൾക്ക് എഴുതി തരുന്നതോ കാണാതെ പഠിപ്പിക്കുന്നതോ ഒന്നുമല്ല. ആമേൻ. നീങ്ക പരിശുദ്ധാവിയിൽ നിറഞ്ഞ് ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന സ്തോത്ര ശബ്ദം മാറി വേറെ ചില വാക്കുകൾ പറയാൻ നിങ്ങളുടെ നാവിൽ വരും. അത് വാ തുറന്ന് പറഞ്ഞ് കർത്താവിനെ സ്തുതിക്കണം. സന്തോഷമുള്ളവർ ഒരിക്കൽ കൂടെ ഹല്ലേലൂയ ആമേൻ.